അറേബ്യൻ മരുഭൂമിയിൽ അക്കാലത്ത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഭയപ്പെടുന്ന ഒരു ഗോത്രമുണ്ടായിരുന്നു ബനു ഗിഫാർ. വഴിയാത്രക്കാരെ കൊള്ളയടിക്കുന്നതും അക്രമം കാണിക്കുന്നതുമായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ. എന്നാൽ ആ ഇരുണ്ട പശ്ചാത്തലത്തിൽ നിന്നാണ് സത്യത്തിന്റെ വെളിച്ചം തേടി ഒരു മനുഷ്യൻ തന്റെ യാത്ര ആരംഭിക്കുന്നത്. ജുൻദബ് ബിൻ ജുനാദ എന്നായിരുന്നു. പക്ഷേ ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്തിയത് അബൂദർ അൽ ഗിഫാരി എന്നായിരുന്നു. മക്കയിൽ വിഗ്രഹങ്ങളെ ആരാധിക്കാത്ത ഏകനായ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്ന വാർത്ത അറിഞ്ഞാണ് അബൂദർ മക്കയിലേക്ക് തിരിക്കുന്നത്. സത്യമെന്തെന്ന് നേരിട്ടറിയണമായിരുന്നു അദ്ദേഹത്തിന്. മക്കയിലെത്തിയ അദ്ദേഹം ദിവസങ്ങളോളം കഅബയുടെ പരിസരത്ത് വിശപ്പും ദാഹവും സഹിച്ചു കാത്തിരുന്നു. ഒടുവിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹായത്തോടെ അദ്ദേഹം ആ പ്രവാചക സന്നിധിയിലെത്തി. കാരുണ്യക്കടലായ നബി കരീം തങ്ങളുടെ തിരുമുമ്പിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ കേട്ട ആ നിമിഷം തന്നെ അബൂദറിന്റെ ഹൃദയം ഈമാന്റെ വെളിച്ചത്താൽ നിറഞ്ഞു. മക്കയിൽ ഇസ്ലാം മതം പരസ്യമാക്കാൻ വിശ്വാസികൾ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നബി അദ്ദേഹത്തോട് പറഞ്ഞു, അബൂദർ, നീ ഇപ്പോൾ നിന്റെ നാട്ടിലേക്ക് തന്നെ മടങ്ങുക. കാര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മാത്രം തിരിച്ചു വരിക. പക്ഷേ ആ വിപ്ലവവീര്യത്തെ തളർത്താൻ ആർക്കും കഴിയില്ലായിരുന്നു. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, എന്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണേ സത്യം. ഞാൻ ഈ സത്യം മറിച്ച് ഉറക്കെ വിളിച്ചു പറയും. പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം നേരെ കഅബയുടെ ചാരത്തേക്ക് നടന്നു ചെന്നു. ഖുറൈശി പ്രമുഖരുടെ മുഖത്തു നോക്കി അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മക്ക ഒന്നാകെ നടുങ്ങിപ്പോയ നിമിഷമായിരുന്നു അത്. കോപാകുലരായ ശത്രുക്കൾ അദ്ദേഹത്തെ വളഞ്ഞു പൂരിട്ട് ക്രൂരമായി മർദ്ദിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇടപെട്ടാണ് അന്ന് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത്. മരണത്തെ ഒട്ടും ഭയമില്ലാത്ത പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്റേത്. പിന്നീട് തന്റെ ഗോത്രത്തിലേക്ക് മടങ്ങിയ അദ്ദേഹം ആ കൊള്ളക്കാരുടെ ഗോത്രത്തെ മുഴുവൻ സന്മാർഗത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷവും അബൂദർ തന്റെ ആദർശത്തിൽ ഉറച്ചുനിന്നു. ദുനിയാവിന്റെ ആർഭാടങ്ങളോടും പണത്തോടും അദ്ദേഹം പൂർണ്ണമായി വിട പറഞ്ഞു. തന്റെ കയ്യിൽ വന്നു ചേരുന്ന സമ്പത്തെല്ലാം പാവങ്ങൾക്ക് വാരിക്കൊടുത്തു. അധികാരത്തിന്റെയോ പണത്തിന്റെയോ പ്രലോഭനങ്ങൾക്ക് ആ നാവിനെ നിശബ്ദമാക്കാൻ കഴിഞ്ഞില്ല. തെറ്റ് കണ്ടാൽ അത് എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും മുഖത്ത് നോക്കി വിളിച്ചു പറയുന്നതായിരുന്നു അബൂദറിന്റെ ശൈലി. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് പണ്ടേ പ്രവചിച്ചിരുന്നു. അബൂദറിനേക്കാൾ സത്യസന്ധമായി സംസാരിക്കുന്ന മറ്റാരെയും ഭൂമി ചുമന്നിട്ടില്ല, ആകാശം തണലിട്ടിട്ടുമില്ല. ജീവിതത്തിന്റെ അവസാന കാലത്ത് ആരും കൂട്ടില്ലാതെ രബ്ദ എന്ന വിജനമായ മരുഭൂമിയിൽ അദ്ദേഹം ഏകാഗിയായി ജീവിച്ചു. പ്രവാചകൻ പണ്ട് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അബൂദർ ഏകാഗിയായി ജീവിക്കും, ഏകാഗിയായി മരണപ്പെടും, അന്ത്യനാളിൽ ഏകാഗിയായി ഉയർത്തെഴുന്നേൽക്കും. മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നമുക്ക് കഫൻ തുണി പോലുമില്ലല്ലോ, ഞാൻ എന്തു ചെയ്യും? അബൂദർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, വിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ ഇങ്ങോട്ട് വരും. പ്രവചനം പോലെ തന്നെ പ്രശസ്ത സ്വഹാബി അബ്ദുല്ലാഹിബ്നു മസ്ഊദും കൂട്ടരും ആ വഴി വരികയും അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. പണത്തിനും പ്രശസ്തിക്കും പുറകെ പായുന്ന ഇന്നത്തെ ലോകത്ത് ആദർശത്തിനു വേണ്ടി സർവ്വതും ത്യജിച്ച അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമുക്കൊരു വലിയ പാഠമാണ്. അല്ലാഹു ആ മഹാനോടൊപ്പം നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ.